പുതുജീവൻ പകരണമേ, ഫലങ്ങൾ ഞാൻ തന്നിടുവാൻ പുതുവീഞ്ഞു പകരണമേ. സുഭാഷിതം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. Therefore bear fruits worthy of repentance. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സന്ദേശം യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളാണ്. 3-ന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് വിവരിച്ചു കൊണ്ടിരുന്ന മത്തായി പൊടുന്നനവേ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വിവരിക്കുന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ മശിഹയുടെ ജനനത്തിനു മുൻപായി കർത്താവിന്റെ വഴി ഒരുക്കുവാനും അവിടുത്തെ പാത നിരപ്പാക്കുവാനായി യോഹന്നാൻ സ്നാപകൻ ജനിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. യേശു ജനിക്കുന്നതിന് ഏതാണ്ട് 400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മലാക്കി പ്രവാചകനും 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന്. യഹൂദ ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി ദൈവം കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ഈ അനുസരണം കെട്ട ജനതയ്ക്കുള്ള അന്ത്യശാസനമായിരുന്നു മലാക്കി പ്രവചനം. പുരോഹിത വർഗത്തിന്റെയും സാധാരണ ജനങ്ങളുടെയും അശുദ്ധിക്കെതിരെ മലാക്കി പ്രവചിച്ചു എങ്കിലും കാര്യമായ മാനസാന്തരമുണ്ടായില്ല. അതുകൊണ്ട് ദൈവം മലാക്കിയുടെ കാലം കഴിഞ്ഞ് യോഹന്നാൻ സ്നാപകൻ വരെ 400 വർഷം നിശബ്ദമായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തോടെ ആ കാലത്തിന് വിരാമമിട്ടു. മാനസാന്തരപ്പെടുവീൻ എന്നുള്ള ആഹ്വാനത്തോടു കൂടിയാണ് യോഹന്നാൻ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അന്ന് യെരുശലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. മാനസാന്തരമുണ്ടായി എന്നതിന്റെ പ്രത്യക്ഷ ലക്ഷണമായിട്ടാണ് അന്നും ഇന്നും സ്നാനമേൽക്കുന്നത്. പൗലോസ് അതിങ്ങനെ പറയുന്നു, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനപ്പെടേണ്ടതാകുന്നു. സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും. ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിന്റെ ഫലം കൊണ്ടാകുന്നു. യേശു കർത്താവ് പറഞ്ഞത്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയുന്നു. പ്രിയമുള്ളവരെ, നാം മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവർ മാനസാന്തരപ്പെട്ടവരും ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരുമാകുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാകുന്നു. ആദ്യത്തെ 3 ഫലം സ്നേഹം, സന്തോഷം, സമാധാനം അത് നമ്മിൽ തന്നെ ഉണ്ടാകേണ്ട ഫലമാകുന്നു. മറ്റുള്ളവരോടുള്ള ഇടപെടലിൽ ഉണ്ടാകേണ്ട ഫലമാണ് ദീർഘക്ഷമ, ദയ, പരോപകാരം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ 3 കാര്യങ്ങളായ വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇത് നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കായ്ക്കേണ്ട ഫലം. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
കേൾക്കണമേ. ആമേൻ.